നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസം 31 മുൻപായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കുമുള്ള സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു. 25-ാം തീയതി നിയമസഭാ സമ്മേളനവും ഫെബ്രുവരി മാസം 2-ാം തീയതി ബജറ്റും ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ഒരു വർഷത്തിലേറെ കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് നിലവിൽ സർക്കാരിന് ഏറെ വെല്ലുവിളിയായിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഭാഗികമായെങ്കിലും വിതരണം ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിനത് തിരിച്ചടിയാകും. പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെസ് പിരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ക്ഷേമ ആനുകൂല്യങ്ങൾ, മറ്റു പദ്ധതി വിഹിതങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി 20,000 കോടി രൂപയാണ് സർക്കാരിന് ഈ മാസം വേണ്ടിവരിക. ഇതിൽ 10,000 കോടി രൂപയുടെ വായ്പക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു. വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനായി 8,000 കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് നടന്നു. ഇതിനു പുറമെ കേന്ദ്രം തടഞ്ഞുവെച്ച ഫണ്ടിൽ നിന്ന് 135.35 കോടി രൂപ കൂടി കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഭാഗികമായി മാത്രമേ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ. പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള ആളുകൾക്ക് ഫെബ്രുവരി മാസം 1 മുതൽ 20 വരെയുള്ള കാലയളവിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.